ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്കെന്ന് അമേരിക്ക. ഇന്ത്യൻ പ്രതിനിധി സംഘവുമായുള്ള ചർച്ചകൾ യുഎസിൽ പുരോഗമിക്കുകയാണ്. കാർഷികോൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തുന്ന നികുതി സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച തുടരുന്നു. വിവിധ മേഖലകളിൽ താരിഫ് നിരക്ക് ഏകീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. Sure, yes. The president said that last week, and it remains true. I actually just spoke to our Secretary of Commerce about it. He was in the Oval Office with the president. They are finalizing these agreements, and you'll hear from the president and his team, his trade team, very soon when it comes to India. On China, how do we counter China on that front? Yes, I mean, look, India remains a very strategic ally in the Asia Pacific, and the president has a very good relationship with Prime Minister Modi, as you know, and he will continue to have that. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, വലിയൊരു വാർത്ത, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. അത് പറയുന്നത് അമേരിക്കയാണ്. വിവരങ്ങൾ തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഭാരതവുമായുള്ള വ്യാപാര കരാറിൽ ചില അഡീഷണൽ നികുതി ചുമത്തുന്ന നീക്കങ്ങൾ, 26% നികുതി ചുമത്തുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ചർച്ചകൾക്ക് വിധേയമായി പരിഹരിക്കാമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിക്കുകയും ചെയ്തത്. അത്തരത്തിൽ ആ നികുതി ചുമത്തുന്നതിന്റെ സമയപരിധി 90 ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം തന്നെ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ആ കാലാവധി ജൂലൈ 9 അവസാനിക്കുന്നു, അല്ലെങ്കിൽ ജൂലൈ 8 അവസാനിക്കുന്നു. ജൂലൈ 9 മുതൽ ഈ പുതിയ നിരക്കുകൾ നടപ്പിൽ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും അമേരിക്കയുമായുള്ള ഈ വാണിജ്യ അധിക താരിഫ് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചത്. ഈ ചർച്ചകളുടെ ഭാഗമായി ഭാരതത്തിന്റെ ചീഫ് നെഗോഷിയേറ്റർ രാജേഷ് അഗർവാൾ എല്ലാം തന്നെ അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ട്. അവർ പല ഘടകങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണ്. 26% വരെ അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യൻ ഇമ്പോർട്ടിനെ അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് ഏതെല്ലാം ഇനങ്ങളിൽ ചുമത്തേണ്ടതുണ്ട്, ഏതെല്ലാം ഇനങ്ങളിൽ നിന്നും മാറ്റേണ്ടതുണ്ട് എന്ന് സംബന്ധിച്ചുള്ള തുടർ ചർച്ചകൾക്ക് ശേഷം അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് ഈ ചർച്ചകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഒരാഴ്ച കൂടി സമയം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചർച്ചകൾ ശക്തമായി പുരോഗമിക്കുന്നതെന്ന് കെരളിൻ ലെവിറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. ഈ ധാരണ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന ഒരു നിലപാടും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ സംഘം അവിടെ ഉള്ളത് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ചർച്ചകൾ തുടരുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഈ കാർഷികോൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ചില നികുതികൾ സംബന്ധിച്ച് കുറെ കൂടി കൃത്യതകൾ വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡയറി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടും കൃത്യതകൾ വരുത്തേണ്ടതുണ്ട്. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവിധ ഇനങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ നികുതി ചുമത്തുന്നതും അതുപോലെ അനുബന്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുമായ വിശദാംശങ്ങൾ ഈ ചർച്ചകൾ അവസാനം കൃത്യമായി പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നിലവിലെ ചർച്ചകൾ ഏറെ ആശാവഹമാണ് എന്ന് തന്നെയാണ് ഈ മറ്റു രാജ്യങ്ങൾക്കുമേൽ നികുതി ചുമത്തലടക്കം കർശന നിലപാടുകളുമായി ട്രംപ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യയുമായി ചേർന്നു നിൽക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നത്. അതായത് ട്രംപ് മോദി ബന്ധം, അതിൻ്റെ തെളിവ് കൂടിയല്ലേ ഈ പ്രഖ്യാപനം? തീർച്ചയായും ആ പ്രഖ്യാപനത്തിൽ തന്നെ വളരെ കൃത്യമായി കെരളിൻ ലെവിറ്റ് പറയുന്നുണ്ട്. ട്രംപും അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത്. നല്ല സൗഹൃദം നിലനിൽക്കുന്ന രണ്ട് നേതാക്കളാണ്, രണ്ട് രാജ്യങ്ങളാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് സ്റ്റേറ്റ് വിസിറ്റ് ഉൾപ്പെടെ നടത്തുന്നു. അമേരിക്കയിലേക്ക് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, അമേരിക്ക ഇന്ത്യ ബന്ധങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ട്രംപിനെ എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ ഭാരതവുമായി മികച്ച സൗഹൃദം നിലനിൽക്കുന്നുണ്ട് എന്ന് ട്രംപ് തന്നെ പറയുന്നു. അതുപോലെ തന്നെ ഭാരതവും അതുപോലുള്ള നിരവധിയായ ഇടപെടലുകൾ നടത്തുന്നു. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ, അതായത് ചൈനയ്ക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഒക്കെ അധിക താരിഫ് ചുമത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പരാമർശിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം നികുതി ചുമത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ താഴ്ന്നൊരു നികുതിയാണ് ഭാരതത്തിന് ചുമത്തുകയും ചെയ്തത്. അതും കൂടി ഒഴിവാക്കുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരിട്ട് അവർ തന്നെ പറയുന്നു ഭാരതവുമായുള്ള വാണിജ്യ ബന്ധം തുടരണമെന്ന നിലപാട്, ഭാരതവുമായി കൃത്യമായ വാണിജ്യ ബന്ധവും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക ബന്ധങ്ങളെല്ലാം തുടരണമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉള്ളത്. മികച്ച സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാവിധ നീക്കങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഭാരതം ഏറെ അനുകൂലമായും അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടെയും അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്നതിലുപരി ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായുള്ള ബന്ധത്തിന്റെ ഊഷ്മളത കൂടിയാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലൊരു ബന്ധം, മികച്ച
നയതന്ത്ര ബന്ധവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഉയർന്ന സൗഹൃദവും നിലനിർത്തുന്നതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിലുടനീളം അല്ലെങ്കിൽ ഭരണകാലത്തുടനീളം നടത്തിയിരുന്നത്. ഈ 11 വർഷവും നടത്തിയിരുന്ന പ്രയത്നങ്ങളുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പല തവണ പ്രസിഡന്റിനുമായുള്ള കൂടിക്കാഴ്ച അമേരിക്ക സന്ദർശനങ്ങളിലെല്ലാം തന്നെ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരുന്ന വിഷയങ്ങൾ ഏറ്റവും മികച്ച ബന്ധം നിലനിൽക്കത്തക്കതായിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ ഭാരതവുമായുള്ള മികച്ച സഹകരണം വേണമെന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ അമേരിക്ക എത്തുകയും അതിന് അനുകൂലമായ പല നിലപാടുകളും സ്വീകരിക്കുകയും ചെയ്യുന്നത്. കൃഷ്ണരാജ്. ശരി.